കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ? കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കൂട്ടുകാർ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2025-ലെയും 2026-ലെയും മുഴുവൻ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുകയാണ്. 150 PDF ആക്കി 150 ക്ലാസ് ആക്കിയിട്ട് ഫ്രീ ആയിട്ട് യൂട്യൂബ് നൽകുകയാണ്. ഇതുവരെ 13 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ എല്ലാം പ്ലേലിസ്റ്റ്, ഒരൊറ്റ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. 13 ക്ലാസ്സും കൂട്ടുകാരെ കാണണം. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ക്ലാസ് കാണുന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിന്റെ അഭിപ്രായം പറയുക കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് ഇന്നത്തെ ക്ലാസ് പത്മ അവാർഡാണ്. അപ്പൊ പുതുതായിട്ട് പഠിക്കുന്നവർക്ക് പഠിക്കാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ അവസാനം വീഡിയോ തരുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കാണാം കേട്ടോ, കോഡുകളൊക്കെ പറഞ്ഞിട്ട്. 2026-ലെ പത്മ പുരസ്കാരങ്ങൾ ആകെ എത്ര പുരസ്കാരങ്ങളാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. 131 പേർക്കാണ് ആകെ പുരസ്കാരങ്ങൾ കിട്ടിയത്. 2026-ലെ പത്മ പുരസ്കാരം 131 പേർക്ക് കിട്ടി. അതിൽ 5 ആളുകളാണ് പത്മവിഭൂഷൺ നേടിയത്. 5 ആളുകൾ. 13 പേര് പത്മഭൂഷണം, 113 പേര് പത്മശ്രീയും. പഠിക്കാൻ നല്ല രസമുള്ള സംഖ്യകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 131. അതിൽ തന്നെ അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പത്മശ്രീ എന്ന് പറയുമ്പോൾ 1 1 പുറം 113. അതിൽ തന്നെ പത്മഭൂഷൺ എന്ന് പറയുമ്പോൾ വെറും 13. അതിൽ തന്നെ പത്മവിഭൂഷൺ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എത്ര ഉണ്ട്? 5 അല്ലെ? എന്ത് രസ പഠിക്കാൻ. 131, 113, 13, 5. നമ്മൾ പറയാറുണ്ട് മരിച്ചു കഴിഞ്ഞാൽ 16 അടിയന്തരം എന്നൊക്കെ പറയാറില്ലേ? മരണത്തിന്റെ ആ ഒരു ശേഷം 16, മരണത്തിന്റെ 16. അപ്പൊ മരണാനന്തരം എന്ന് കേൾക്കുമ്പോൾ 16 പഠിക്കാം. ആ 6 ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 19 എന്ന് എഴുതി കഴിഞ്ഞാൽ വനിതകൾ ഈ പ്രാവശ്യം 2026-ൽ ആകെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ വനിതകൾ 19 പേരാണെന്ന കാര്യം മറക്കരുത്. വിദേശികൾ 6. അവിടെയൊക്കെ ഒരു 6ഉം 9ഉം കണ്ടോ? ആ 6, 9 തിരിച്ചിട്ടാൽ 6 എന്ന രൂപത്തിൽ ചിന്തിക്കുക. 16 മരണാനന്തരം, 19 സ്ത്രീകൾ, 6 വിദേശികൾ. പത്മവിഭൂഷൺ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡായ പത്മ പുരസ്കാരങ്ങൾ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പത്മവിഭൂഷൺ 5 പേർക്കെന്ന് പറഞ്ഞാൽ അതിൽ 3 ആളുകൾ മലയാളികളാണ്. ഇപ്രാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം 3 പേർക്ക് മലയാളികൾക്ക് കിട്ടില്ലേ? ഒന്ന് VS അച്യുതാനന്ദൻ, മരണാനന്തരമായിട്ടാണ് കിട്ടിയത്. പൊതുഭരണം എന്ന് പറയുന്ന മേഖല എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി, രാഷ്ട്രീയക്കാരനാണല്ലോ അദ്ദേഹം അല്ലെ? പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ KT തോമസ് നമ്മുടെ സ്വന്തം ജഡ്ജാണ്. അറിയപ്പെടുന്ന സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജായിരുന്ന KT തോമസ്, ജസ്റ്റിസ് KT തോമസ്. അതുപോലെ P നാരായണൻ, ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനും വിദ്യാഭ്യാസ സാഹിത്യ ചിന്തകനും ഒക്കെ ആയിരുന്നു P നാരായണൻ. ഇപ്പൊ P നാരായണൻ, VS അച്യുതാനന്ദൻ, KT തോമസ്. അതുപോലെ തന്നെയാണ് കുമാരി N രാജം. കുമാരി N രാജം കലാമേഖലയിൽ ഇവര് സ്വദേശം തമിഴ്നാടാണ്. മലയാളമൊക്കെ ആയിട്ട് കേരളമൊക്കെ ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ടെങ്കിലും ഇവരുടെ സ്വദേശം തമിഴ്നാടാണ്. ഇവര് UP-യുടെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം പത്മവിഭൂഷൺ കിട്ടുന്നത്. N രാജം. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, അതും ഒരു കലാമേഖലയാണ്, സിനിമാ മേഖലയുമാണ്. മരണാനന്തര ബഹുമതിയായിട്ട് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 5 പേരെ ഒന്ന് നോക്കാം. 5 പേരിൽ നമ്മൾ പറഞ്ഞു മലയാളികളായ 3 പേരിൽ 2 പേരൊന്ന് KT തോമസ് ആണ്. KT തോമസ്, ജസ്റ്റിസ് KT തോമസിന്റെ യഥാർത്ഥ പേര് കല്ലുപുരയ്ക്കൽ തോമസ് തോമസ്. പഠിച്ചു വെക്കണം, കല്ലുപുരയ്ക്കൽ തോമസ് തോമസ്. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടുന്നത് 2007-ലും ഇപ്രാവശ്യം 2026-ൽ പത്മവിഭൂഷൺ കിട്ടുന്നു. 26, 2007, 26, 7 കഴിഞ്ഞിട്ട് 6 അങ്ങനെ ചിന്തിക്കട്ടോ. പത്മവിഭൂഷൺ കിട്ടുന്നു. കല്ലുപുരയ്ക്കൽ തോമസ് തോമസ്. കോട്ടയമായിരിക്കുമല്ലോ ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ഓക്കെ, ആലോചിച്ച് വെക്കുക. കാരണം ഇതിന്റെ കൃതി തന്നെയുണ്ട് കോട്ടയത്തിന്റെ പേരിൽ. ഏതൊക്കെ കൃതി? കോട്ടയത്തിന്റെ കഥ. സ്ക്രീനിൽ കാണുന്ന എനിക്കറിയില്ല. കോട്ടയത്തിന്റെ കഥ, സോളമന്റെ തേനീച്ചകൾ. ഇത് രണ്ടും ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. കുറ്റകൃത്യങ്ങളുടെ ദൈവശാസ്ത്രം. ജഡ്ജ് ആയതുകൊണ്ട് പഠിച്ചു വെക്കുക. കുറ്റകൃത്യങ്ങളുടെ ദൈവശാസ്ത്രം എന്ന കൃതി ഇദ്ദേഹത്തിന്റെ ആണ്. 2 പതിറ്റാണ്ടിന്റെ പോർവിളികൾ. 2 പതിറ്റാണ്ടിന്റെ പോർവിളികൾ, സോളമന്റെ തേനീച്ചകൾ, കോട്ടയത്തിന്റെ കഥ, കുറ്റകൃത്യങ്ങളുടെ ദൈവശാസ്ത്രം എന്ന കൃതി KT തോമസിൻ്റെതാണ്. ഇദ്ദേഹം കോട്ടയംകാരനാണെന്ന് പറഞ്ഞു. പത്മവിഭൂഷൺ കിട്ടിയ മറ്റൊരു വ്യക്തി P നാരായണനാണ്. അദ്ദേഹം ഇടുക്കിക്കാരനാണ്. P നാരായണൻ ഇടുക്കിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ജന്മഭൂമിയുടെയൊക്കെ പ്രധാനപ്പെട്ട പത്രത്തിലൊക്കെ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, വിദ്യാഭ്യാസ പ്രവർത്തകനും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം കേട്ടോ. അപ്പം നാരായണൻ ഇടുക്കിക്കാരനാണ്. ആലോചിച്ച് വെക്കുക. KT തോമസ് കിട്ടി. പിന്നെ VS അച്യുതാനന്ദനെ കുറിച്ച് ഞാൻ പറയാം. VS-നെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റ്
2 പത്മവിഭൂഷൺ കിട്ടിയ ആളുകളെ ഒന്ന് പറയാം. സ്വദേശം പഞ്ചാബിലാണ് ധർമ്മേന്ദ്ര സിംഗ് ദിയോളിന്റെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം നമ്മുടെ അവാർഡിലേക്ക് എത്തിയത്. മഹാരാഷ്ട്ര സർക്കാരാണ് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത്. അപ്പൊ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ഈ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കുട്ടിക്കാലത്തൊക്കെ എവിടെയെങ്കിലും സിനിമയിലൊക്കെ കണ്ട ഓർമ്മയുണ്ടാവും. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം രാജസ്ഥാനിലെ ബിക്കാനീർ നിന്നും MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സ്വദേശം പഞ്ചാബാണെന്ന് പറഞ്ഞു. 2012 പത്മഭൂഷൺ കിട്ടിയിരുന്നു. പത്മവിഭൂഷൺ കിട്ടി. മരണാനന്തര ബഹുമതിയാണ് VSനും ഇദ്ദേഹത്തിനും ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള N രാജം. മേഡത്തിനും പത്മശ്രീ കിട്ടിയത് 84-ലും 2004 പത്മഭൂഷൺ കിട്ടിയിരുന്നു. ഇപ്രാവശ്യം 2026 പത്മവിഭൂഷണം കിട്ടുന്നു N രാജം. ഇനി നമുക്ക് പറയേണ്ടത് VSനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് VSനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത്രയും നേരം എങ്ങാനും വീഡിയോ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ മിക്കവാറും കാണാൻ സാധ്യതയില്ല, കാരണം ഞാൻ ഇത് മുമ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ ഇത് കണ്ടത് കൊണ്ട് വീണ്ടും കാണാൻ സാധ്യതയില്ല. എന്നാൽ അടിപൊളി കോഡാക്കിയിട്ട് ഈ ഒരു പത്മ പുരസ്കാരം മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് ഒന്നും ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ നോക്കണ്ട. സ്ട്രൈക്കർ PSC എന്ന നമ്മുടെ ചാനലിൽ പോയിട്ട് നിങ്ങൾ വീഡിയോസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 2026 പത്മ പുരസ്കാരം കാണാം. ഇത് സ്ട്രൈക്കർ കോച്ചിങ് ആണ്. നമുക്ക് 2 യൂട്യൂബ് ചാനൽ ഉണ്ട്. 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ 2 ചാനലും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പത്മവിഭൂഷൺ എന്ന് പറയുമ്പോൾ അവിടെ VSനെ കുറിച്ച് വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. 5 പേരാണ്. 5 പേരും പഠിച്ചു. VS അച്യുതാനന്ദൻ, KT തോമസ്, നാരായണൻ, N രാജം, ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അല്ലെ, ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. ഇത്രയും പേര് പഠിച്ചു. ഇനി പത്മവിഭൂഷൺ കഴിഞ്ഞാൽ പിന്നെ പത്മഭൂഷൺ ആണ്. അത് 13 പേർക്ക്. 13 പഠിക്കുക എന്ന് പറഞ്ഞ ടാസ്ക് ആണ്. ആ 13-ൽ 11 പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, 2 പേര് ഒരിക്കലും മറക്കരുത്, മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. 2026 പത്മഭൂഷൺ കിട്ടിയത് മമ്മൂക്കയ്ക്കും വെള്ളാപ്പള്ളിക്കുമാണ്. പഠിച്ചല്ലോ. കൂടാതെ ഭഗത് സിംഗ് കൊഷിയാരി എന്ന് പറയുന്ന പൊതുവിതരണത്തിലെ ഒരാൾക്ക് ഞാനിപ്പോ ക്ലാസ് കാണാൻ പറഞ്ഞത്, ആ ക്ലാസ്സിലാണ് ഇത് കോഡാക്കി പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ ആ ക്ലാസ് പോയി കേൾക്കുക, കോഡ് പഠിക്കുക. ഭഗത് സിംഗ് കൊഷിയാരി. നോരി ദത്തത്രേയലോ വൈദ്യശാസ്ത്രം. ഷിബു സോറൻ ജാർഖണ്ഡിലെ വ്യക്തിയാണ്, പൊതുഭരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഭഗത് സിംഗ് കൊഷിയാരി, നോരി ദത്തത്രേയലോ ഷിബു സോറൻ, ശതാവധാനി R ഗണേഷ്, മൈലാനന്ദൻ, പീയൂഷ് പാണ്ഡെ, കല്ലിപ്പെട്ടി രാമസ്വാമി പളനിസ്വാമി, ഉദയ് കൊട്ടക് എന്ന് പറയുന്നൊരു ബാങ്ക് ഒക്കെ ഇല്ലേ, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, വ്യവസായിയാണ് ഉദയ് കൊട്ടക്. അൽക്ക യാഗ്നിക് ഗായികയാണ്, അറിയപ്പെടുന്ന ഹിന്ദി പിന്നണി ഗായികയായിരുന്നു അൽക്ക യാഗ്നിക്. വിജയ് അമൃത് രാജ്, അദ്ദേഹം സ്പോർട്സ് ആണ് മേഖല. അദ്ദേഹം ഇവിടെയുള്ള വിദേശിയാണ്. വിദേശി മീൻസ് ഇന്ത്യക്കാരനാണ്, ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നു. VK മൽഹോത്ര അദ്ദേഹവും ഈ പറയുന്ന പത്മഭൂഷൺ കിട്ടിയ 13 പേരിൽ പെട്ടതാണ്. അപ്പൊ പേരുകൾ പഠിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഗണേഷ്, മൈലാനന്ദൻ, പീയൂഷ് പാണ്ഡെ, കല്ലിപ്പെട്ടി രാമസ്വാമി പളനിസ്വാമി, അൽക്ക യാഗ്നിക്, വിജയ് അമൃതരാജ്, VK മൽഹോത്ര, ഉദയ് കോട്ടക്, അതുപോലെ തന്നെ ഭഗത് സിംഗ്, നോരി ദത്തത്രേയലോ, ഷിബു സോറൻ. ഇതിന്റെ പേരൊക്കെ ഞാൻ കുറച്ച് കളർ മാറ്റി കൊടുത്തത് കോഡാണ്. ആ കോഡ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ യൂട്യൂബിലെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് കാണുക കേട്ടോ. അത് മാത്രം ഞാനൊരു ക്ലാസ് ചെയ്തിരുന്നു പത്മ പുരസ്കാരം പ്രഖ്യാപിച്ച സമയത്ത്. അപ്പൊ പിന്നീട് പത്മശ്രീയാണ്. പത്മശ്രീ 113 പേർക്ക് കിട്ടി. അതിൽ 3 പേര് മലയാളികൾ. എന്നുവെച്ചാൽ കറക്റ്റ് മലയാള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 3 മലയാളികളാണ്. 2 പത്മഭൂഷൺ ആളുകളും അതുപോലെ തന്നെ പത്മവിഭൂഷൺ 3 പേരും. അങ്ങനെ ആകെ മൊത്തം നമുക്കുള്ളത് 8 അവാർഡുകളാണ് കേട്ടോ. ടോട്ടൽ 8 ആണ് കേരളത്തിന്റെ പുരസ്കാരങ്ങൾ. പത്രത്തിലെ ന്യൂസ് കാണാൻ നിങ്ങൾക്ക്. VS അച്യുതാനന്ദനും KT തോമസും P നാരായണനും പത്മഭൂഷൺ മമ്മൂട്ടി വെള്ളാപ്പള്ളി. അങ്ങനെയാണെങ്കിൽ പത്മശ്രീ കിട്ടിയ 3 പേര് മുത്തു വിമല ദേവകി, മുത്തുനായകം. ഈ മുത്തുനായകം വിമലാ മേനോൻ, കലാമണ്ഡലം മോഹിനിയാട്ടം കലാകാരിയാണ് വിമലാ മേനോൻ. മാഡം മോഹിനിയാട്ടം കലാകാരിയാണ് വിമലാ മേനോൻ. സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്രജ്ഞനാണ് ഈ മുത്തുനായകം ശാസ്ത്രജ്ഞൻ, വിമല മോഹിനിയാട്ടം. അങ്ങനെയാണെങ്കിൽ കൊല്ലക്കേൽ ദേവകി അമ്മ എന്ന് കേൾക്കുന്നുണ്ട്. സാധാരണ സ്ത്രീയാണ്.
പ്രകൃതി സംരക്ഷിക്കുക, വനം സംരക്ഷിക്കുക, അത്തരത്തിൽ വളരെ ഫേമസ് ആയ ആലപ്പുഴ ജില്ലയിലെ ഒരു സാമൂഹ്യ സേവന മേഖലയിൽപ്പെട്ട ഒരു അമ്മയാണ് ദേവകി അമ്മ, കൊല്ലയ്ക്കൽ ദേവകി അമ്മച്ചി. അവരറിയപ്പെടുന്നത് തന്നെ മുതുകുളത്തെ മുത്തശ്ശി എന്നാണ്. പ്രകൃതി സംരക്ഷണത്തിന് തപോവന എന്നൊരു മാതൃക ഇവരുണ്ടാക്കിയിരുന്നു. ഫോട്ടോ ഒക്കെ കാണാം നിങ്ങൾക്ക്. പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തപോവന എന്നൊരു ഫോറസ്റ്റ് ഇവരുണ്ടാക്കിയിരുന്നു. ഈ മുത്തുനായകം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഫ്രം സ്പേസ് ടു സീ മൈ ISRO ജേർണി ആൻഡ് ബിയോണ്ട്. ഫ്രം സ്പേസ് ടു സീ മൈ ISRO ജേർണി ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്നത് മുത്തുനായകത്തിന്റെ കൃതിയാണ്. ഫ്രം സ്പേസ് ടു സീ മൈ ISRO ജേർണി ആൻഡ് ബിയോണ്ട്. ഈ മുത്തുനായകം, അതായത് AE മുത്തുനായകം, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എബ്രഹാം E മുത്തുനായകം എന്നാണ്. നാഗർകോവിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് കന്യാകുമാരി തമിഴ്നാട്ടിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം. അത് ഞാൻ പറഞ്ഞ അദ്ദേഹം മലയാളിയായിട്ട് പറയുന്നുണ്ട്, പക്ഷെ തമിഴായിട്ടും ചില പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ജനനം നാഗർകോവിലാണെന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നൊരു വിശേഷണം ഇദ്ദേഹത്തിനുണ്ട്. മുത്തുനായകം പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ്. എബ്രഹാം E മുത്തുനായകം, AE മുത്തുനായകമാണ് ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ, അതായത് LPSC എന്ന് പറയും, അതിന്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു ഇദ്ദേഹം കേട്ടോ. ഇന്ത്യയിൽ ISROയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, ISROയുടെ ശാസ്ത്രജ്ഞനായിരുന്നു. ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മോഹിനിയാട്ടം കലാകാരിയാണ്, തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയാണ് വിമല മേനോൻ. കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയായിരുന്നു. മോഹിനിയാട്ടമാണ്, പ്രത്യേകം പഠിക്കേണ്ട പോയിന്റാണ്. കേരള നാട്യ അക്കാദമി, അതായത് തിരുവനന്തപുരത്താണേ, അതിന്റെ സ്ഥാപകയായിരുന്നു. കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപക ആരാണെന്ന് ചോദിക്കാം. വിമല മേനോൻ, കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപക. ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് AE മുത്തുനായകം. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കൂടാതെ 2024 കേരള ശ്രീ പുരസ്കാരം വിമല മേനോന് കിട്ടിയിട്ടുണ്ട്. 2024 കേരള ശ്രീ പുരസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയെ കുറിച്ചൊക്കെ നിങ്ങൾ PDF ഒന്ന് വായിച്ചു നോക്കുക കൂട്ടുകാരെ കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവികമ്മ വനത്തിൽ 3000-ലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും പരിപാലിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. അപ്പൊ ടോട്ടലായിട്ട് VS തോമസ്, നാരായണൻ, പത്മവിഭൂഷൺ. മമ്മൂട്ടിക്കും നമ്മുടെ വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ. പത്മശ്രീ കിട്ടിയത് മുത്ത്, വിമല, ദേവകി. AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, G ദേവകി അമ്മ. പിന്നീട് സ്പോർട്സ് ആണ്. സ്പോർട്സ് മേഖല സാധാരണ PSC പരീക്ഷയ്ക്ക് പത്മശ്രീ പുരസ്കാരങ്ങൾ സ്പോർട്സിലൊക്കെ ചോദിക്കുന്നത് കൊണ്ട് മാത്രം 113 നമ്മൾ പഠിക്കാൻ പറ്റില്ല. ഒരു 3 നമ്മൾ പഠിച്ചു, ബാക്കി 110 ഉണ്ടല്ലോ. 110 കുറച്ചെണ്ണത്തിൽ പെട്ടതാണ് സ്പോർട്സിൽ പ്രാധാന്യപ്പെട്ട ആളുകൾ കേട്ടോ. രോഹിത് ശർമ്മ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കിടലൻ പോയിന്റാണ്. രോഹിത് ശർമ്മ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആണ് നമ്മുടെ ഹർമൻപ്രീത് കൗർ. രോഹിത് ശർമ്മ പഠിച്ചു വെക്കുക. 2026 പത്മശ്രീ കിട്ടിയ 2026 പത്മശ്രീ കിട്ടി. പത്മശ്രീ രോഹിത് ശർമ്മ, പത്മശ്രീ ഹർമൻപ്രീത് കൗർ പഠിച്ചു വെക്കുക. കൂടാതെ വിജയ് അമൃതരാജ്, ഇദ്ദേഹത്തിന് പത്മശ്രീ അല്ല കിട്ടിയത്, നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, അമേരിക്കക്കാരനാന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ആണ് കിട്ടിയത്. എന്താണ് പത്മഭൂഷൺ? സെറ്റാണേ. കൂടാതെ ബൽദേവ് സിംഗിന് പത്മശ്രീ കിട്ടുന്നുണ്ട്. ഭഗവാൻ ദാസ് റായ്ക്വാർ, അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുന്നുണ്ട്. K പഴനിവേൽ, ഇത് എഴുതുക, പഴനിവേൽ നല്ല വായിക്കുക. അപ്പൊ K പഴനിവേൽ. പ്രവീൺ കുമാർ, പാരയാത്തൊരു താരമാണ് പ്രവീൺ കുമാർ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ പ്രവീൺ കുമാർ, അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. സവിത പൂനിയ പത്മശ്രീ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വ്ളാഡിമിർ മെസ്റ്റ്വിർഷ്വിലി, നമുക്കത് പേരൊക്കെ വായിക്കുമ്പം ആ പേരിലൊക്കെ മലയാളത്തിലേക്ക് മാറി വെച്ചിട്ട് പ്രയാസമൊക്കെ ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വ്ളാഡിമിർ പുടിൻ നിങ്ങൾ കേട്ടില്ലേ, ആ ഒരു പേര് വെച്ച് ചിന്തിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രോഹിത് ശർമ്മ, നമ്മുടെ ഹർമൻപ്രീത് കൗർ, നമ്മുടെ ബൽദേവ് സിംഗ്, അതുപോലെ തന്നെ K പഴനിവേല്, പ്രവീൺ കുമാർ, സവിത പൂനിയ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ വ്ളാഡിമിർ മെസ്റ്റ്വിർഷ്വിലി എന്ന് പറഞ്ഞല്ലോ ആ പേര്, അദ്ദേഹത്തിന്റെ പ്രത്യേകത ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ കോച്ചിന് പത്മ അവാർഡ് കിട്ടുന്നത് കേട്ടോ. മരണാന്തരമായിട്ടാണെങ്കിലും പുറത്തു നിന്നുള്ളൊരു കോച്ചിന്
ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വ്ളാഡിമർ മെസ്റ്റ് വിരിഷ് വിലി എന്നൊക്കെ പറയുമ്പം നമ്മളെ മനസ്സിൽ വേണ്ടത് ആദ്യമായിട്ടൊരു ഫോറിൻ കോച്ചിന് പത്മശ്രീ അവാർഡ് അല്ലെങ്കിൽ പത്മ അവാർഡ് കിട്ടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പഴനിവേലിൻ്റെ ഫോട്ടോ ആട്ടത്, നമ്മുടെ പഴനിവേലില്ലേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ്. ഈ പഴനിവേൽ ഏത് ഐറ്റത്തിനാണ് ഫേമസ് എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഏത് ഐറ്റത്തിനാണ്? അങ്ങനെയാണെങ്കിൽ നോക്കൂ, പിന്നീട് പത്മശ്രീ കിട്ടിയ ആളുകൾ ഈ പറയുന്ന HV ഹാൻഡെ, ഗായത്രി ബാലസുബ്രഹ്മണ്യം, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. K രാമസ്വാമിൻ്റെ തമിഴ്നാട്ടിൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ. ശിവശങ്കരി ഉണ്ട്. ശിവശങ്കരി മാഡത്തിൻ്റെ കൃതി ഓർമ്മയുള്ളവരുണ്ടോ? അറിയപ്പെടുന്ന സാഹിത്യകാരാണ് ശിവശങ്കരി. മാഡത്തിന് മുമ്പ് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന ഇതിൻ്റെ കൃതി. ആ കൃതി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത്. സൂര്യവംശം അല്ലേ? സൂര്യവംശം എന്ന കൃതി ഇവരുടേതാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ സ്പീഡ് പറഞ്ഞു പോയി. നിങ്ങൾ ഈ ക്ലാസ് കാണും, കോഡൊക്കെ പഠിക്കും, ഒന്നുകൂടിയും ക്ലിയർ ആയിട്ട് ഈ ക്ലാസ്സിലുണ്ട്. അത് കാണുമെന്ന് പ്രതീക്ഷിച്ചാണ്. ആ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് VS അച്യുതാനന്ദൻ. അപ്പോൾ ആ ക്ലാസ് കണ്ടുകൊണ്ട് VS അച്യുതാനന്ദൻ പഠിക്കുക. ഇതിൻ്റെ PDF ഒക്കെ നമ്മൾ ഒരുമിച്ച് തരുന്നതാണ്. അപ്പോൾ VS അച്യുതാനന്ദൻ 102ാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷം 2025 ജൂലൈ മാസം 21-ാം തീയതിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ജൂലൈ 21 മറക്കണ്ട, ജൂലൈ 21-നാണ് മരണപ്പെട്ടത്. അപ്പം അതുകൊണ്ട് VSനെ കുറിച്ച് വിശദമായിട്ട് ആ ക്ലാസ് കണ്ട് പഠിക്കുക. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ നമ്മുടെ VS. 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച, ഒന്നാമത്തെ ചോദ്യം, VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പീരീഡ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. VS അച്യുതാനന്ദൻ 2016 മത്സരിച്ചിരുന്നു. അദ്ദേഹം എവിടെ നിന്നാണ് 2016 മത്സരിച്ചത്? കമന്റ് ചെയ്യുക. ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ക്ലാസ്സിൽ ഇതുള്ളത് കൊണ്ട് അത് കാണും, PDF പഠിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത പാർട്ട് 15 നമുക്ക് കാണാം. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.